Hand embroidery basic tutorial in the 4th section. This stitches എല്ലാരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 4 സ്റ്റിച്ചസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പം ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട് അല്ലെങ്കിൽ റിംഗ് നോട്ട് അങ്ങനെയുള്ള സ്റ്റിച്ചസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ സാരികളിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും ഇതൊന്നും ഇല്ലാത്ത വർക്കുകൾ കാണുന്നത് തന്നെ വളരെ കുറവായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ ചിലവർ ചളി സ്റ്റിച്ച് എന്നും പറയും. അതൊക്കെ വളരെ കോമൺ ആണ് സാരീസിലും ചുരിദാറിലൊക്കെ യോക്ക് പോർഷൻ തയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സും അത് ആ ഒരു വർക്ക് ചെയ്തതാണ്. ഫ്രഞ്ച് നോട്ടും ബുളിയൻ നോട്ടും ചെയ്തേക്കുന്ന ഒരു ഡ്രസ്സാണ്, ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ലീവ്സ് മാത്രം ഫിഷ് ബോണാണ് തയ്ച്ചിരിക്കുന്നത്. ബാക്കി ഫ്ലവേഴ്സും ബഡ്സും എല്ലാം ഫ്രഞ്ച് നോട്ടാണ് കൂടുതൽ തയ്ച്ചിരിക്കുന്നത്. ഈ ഫ്ലവറിൻ്റെ നടുക്ക് മാത്രം കുറച്ച് ബുളിയൻ നോട്ടും തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെയൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സാരി ആയാലും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട്, മിക്കവർക്കും ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ അതെങ്ങനെയാണ് നീറ്റായിട്ട് വരുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മടിക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 6 strands ത്രെഡാണ്. ഫ്രഞ്ച് നോട്ടിന് 6 strands ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ 2 strands ഇട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. അന്നേരം ചുറ്റണത് തീരെ കുഞ്ഞതായിട്ട് പോകും. അപ്പോൾ ചുറ്റണത് 1-2 വട്ടം ചുറ്റേണ്ട വരും സൂചിയിൽ. അപ്പം നമ്മൾ ത്രെഡ് ഇങ്ങനെ സൂചിയിൽ ചുറ്റിയിട്ട് അത് ഒരു വട്ടം ചുറ്റിയിട്ട് ഇപ്പം കുത്തിപ്പൊക്കിയതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് താത്തുക. ഈ ത്രെഡ് ഇവിടെ വലിച്ചു പിടിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അത് ലൂസായിട്ട് പോകും. അപ്പം അതങ്ങനെ വലിച്ച് തന്നെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റേ കൈകൊണ്ട് നീഡിൽ താത്തുക. നല്ല ടൈറ്റായിട്ട് ഫ്രഞ്ച് നോട്ട് വന്നിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് തയ്ക്കണമെങ്കിൽ തൊട്ടടുത്ത് തയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അകത്തി സ്കാറ്റർ ചെയ്ത് തയ്ക്കാം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ഇതിപ്പോൾ ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്ന പൂവിൻ്റെ നടുക്ക് തയ്ക്കാം, പൂവായിട്ട് തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നെക്ക് ലൈൻ പോർഷനിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയും തയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെയും ചുറ്റാം, അതല്ല വേണമെങ്കിൽ നീഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുകയും ചെയ്യാം. അത് ഓരോ ആൾക്കാരുടെ സൗകര്യം പോലെ ചുറ്റിയിട്ട് ചെയ്താൽ മതി. തൊട്ടടുത്ത് തന്നെ താത്തണം. കുറച്ച് അകലെ കൊണ്ടുപോയി താത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നൂലിങ്ങനെ നീണ്ട് നിൽക്കുന്നതും കൂടെ വരും. അപ്പോൾ ആ മൊട്ട് കുറച്ചും കൂടെ ഇങ്ങനെ നൂല് നീണ്ടിരുന്നിട്ടായിരിക്കും ഈ നോട്ട് വരുന്നത്. അപ്പോൾ കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. അപ്പം തൊട്ടടുത്ത് നമ്മൾ കുത്തിയെടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ താത്താൻ ശ്രമിക്കുക. സെയിം ഹോളിൽ വെക്കണ്ട, തൊട്ടടുത്ത് തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് 2 ട്വിസ്റ്റ് ചെയ്യാം, എന്നിട്ടാണെങ്കിലും താത്ത. ഇതിപ്പോൾ ഞാൻ 2 വട്ടം ചുറ്റിയിട്ടാണ് താത്തുന്നത്. ഇത് ഇങ്ങനെ അകന്ന കളമുള്ള തുണിയിൽ തയ്ക്കുമ്പോൾ ഒത്തിരി മുറുക്കെ പിടിച്ച് വലിക്കരുത്. വലിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് താഴത്തോട്ട് ഇതിൻ്റെ വിടവ് കാരണം, തുണിയുടെ ഗ്യാപ്പ് വ്യത്യാസം ഉള്ളതുകൊണ്ട്, ഇഴയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് താഴത്തോട്ട് താന്നു പോകും. ഇതിപ്പോൾ കോട്ടൺ തുണിയൊക്കെ ആയതുകൊണ്ട് മുറുക്കെ വലിച്ചാലും കുഴപ്പമില്ല. അതല്ല കോട്ട അല്ലെങ്കിൽ ചെക്ക് കോട്ട, സൂപ്പർ നെറ്റ് അങ്ങനത്തെയുള്ള മെറ്റീരിയലിലൊക്കെ തയ്ക്കുമ്പോൾ ഒത്തിരി മുറുക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. ഒത്തിരി മുറുക്കെ വലിക്കരുത്. പിന്നെ ഫ്രഞ്ച് നോട്ട് ഒരു റൗണ്ട് സർക്കിളിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ നേരത്ത് ആദ്യം ആ സർക്കിളിൻ്റെ ഔട്ട്ലൈൻ അങ്ങ് ഫില്ല് ചെയ്ത് ആ ഷേപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് ഫില്ലിങ് ചെയ്യാൻ പോവുക. അപ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ നല്ലതായിട്ട് ഷേപ്പ് കിട്ടിക്കോളൂ. അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് തയ്ച്ച് വരുമ്പോൾ ചിലപ്പം ആ സർക്കിൾ ഷേപ്പ് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തത് നമുക്ക് ലൂസ് ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ റിംഗ് നോട്ട് കാണാം. ഇതിന് ചിലവർ ചളി സ്റ്റിച്ച് എന്നും പറയും. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നവർ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. നമുക്ക് എന്തോരം വലിയ നമ്മൾ ടൈറ്റൻ ചെയ്യത്തില്ല, അപ്പോൾ ഒരു ലൂസായിട്ടൊരു റിങ് പോലെ വരും. ലൂപ്പ് എന്തോരം വലുതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിക്കുക ഈ ത്രെഡ്. അപ്പോൾ എനിക്ക് ഇത്രയും വേണം ഒരു ലൂപ്പ്.
എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നൂല് ഒന്ന് കൈകൊണ്ടൊന്ന് പിടിക്കുക, ഇത് വലിക്കരുത്, എന്നിട്ട് താത്തുക. കണ്ടോ? അപ്പോൾ നമുക്കൊരു റിങ് പോലെ കാണാം, ഈ ഒരു റിങ് കാണാം. അതുപോലെ നമ്മൾ ഇപ്പോൾ പൂവ തയ്ക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ പെറ്റലും ഈ ഒരു സൈസിൽ തന്നെ ലൂപ്പ് ഫോം ചെയ്യാനായിട്ട് നോക്കുക. ടൈറ്റും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ലൂസ് ഫ്രഞ്ച് നോട്ടെന്നും പറയുന്നത് ഇതിന്. അപ്പോൾ നമുക്ക് എന്തോരം ആ ലൂപ്പ് വേണ്ടേ ഇതിൻ്റെ ആ സെയിം അവിടം വരെ. ഇപ്പോൾ ഇത്ര ഉണ്ട് ലൂപ്പ്. അപ്പം അതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക ആ ലൂപ്പ്. പിന്നെ നൂല് ഇവിടെ ഒന്ന് പിടിച്ചേക്കുക, അത് വലിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടി, കുഞ്ഞിതായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ താത്തുക. ഇപ്പോൾ നമ്മുടെ ഇതുപോലെ പെറ്റൽ പൂവിൻ്റെ ഇപ്പോൾ 4 or 5 പെറ്റലാണ് തയ്ക്കണമെങ്കിൽ ആ സെയിം സൈസിൽ തന്നെ എല്ലാ പെറ്റലും വരാനായിട്ട് ശ്രമിക്കുക. ഫ്രഞ്ച് നോട്ട് പോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കുത്തണം. നമ്മൾ താത്തണത് തൊട്ടടുത്ത് തന്നെ വേണം. റിങ് ഉണ്ടാക്കുന്നത് മാത്രം മുഴുവൻ വലിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് കാണാം. ലോങ് ഫ്രഞ്ച് നോട്ട് പൂ തയ്ക്കാനും ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ തയ്ക്കുമ്പോൾ ഗ്രാസ് ആയിട്ടൊക്കെ തയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഇതിൽ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനും 6 strands ആണ് യൂസ് ചെയ്യണത്. നമുക്ക് എന്തോരം ഹൈറ്റാണ് വേണ്ടേ അവിടം വരെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് പോലെ ട്വിസ്റ്റ് ചെയ്ത് നീഡിലിൽ ഇതുവരെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ലെങ്ത്താണ് വേണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് താത്തുക. ഇതാണ് ലോങ് ഫ്രഞ്ച് നോട്ട്. അപ്പം നമ്മുടെ ഓരോ ഇതനുസരിച്ച് ഇപ്പോൾ പൂവിൻ്റെ ഹൈറ്റ് സെൻറ്ററിൽ കൂടുതലാണ്, ബാക്കി സൈഡിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ ഹൈറ്റ് നമ്മൾ ഫോം ചെയ്തിട്ട് എന്തോരം ഹൈറ്റാണ് വേണ്ട ഡിസൈനിൻ്റെ അനുസരിച്ച്. ഇതിപ്പോൾ എനിക്ക് ഇനി ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഷോർട്ടാണെങ്കിൽ ഷോർട്ടാക്കി വയ്ക്കുക, ലെങ്ത്ത് കൂടുതലെങ്കിൽ ലെങ്ത്ത് കൂടുതലായിട്ട് വയ്ക്കുക. ഇപ്പോൾ ഒരു ട്വിസ്റ്റിന് പകരം 2 ട്വിസ്റ്റ് വേണമെങ്കിൽ 2 ട്വിസ്റ്റ് ആയാലും എടുത്തിട്ട് താത്താം. തടിപ്പ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 വട്ടം ചുറ്റിയിട്ടായാലും താത്തി വയ്ക്കാം നമുക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 വട്ടമാണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് താത്തിയാൽ മതി. അപ്പം കുറച്ചും കൂടെ തടിപ്പ് കൂടുതൽ നമുക്ക് കിട്ടും. അടുത്തത് ബൂളിയൻ നോട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 strands ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് 6 strands തന്നെ വേണമെന്നൊന്നുമില്ല. ബൂളിയൻ നോട്ട് തീരെ അത്ര എംപോസ് ചെയ്ത് നിൽക്കേണ്ടെന്ന് വെച്ചാൽ 4 strands ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ കർവ് ഷേപ്പിലാണ് തയ്ക്കാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലുള്ള കർവ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ കുത്തിയെടുത്ത് ആ ഒരു പൊസിഷനിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നീഡിലിങ്ങനെ പൊക്കി വെച്ചിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാം. അപ്പം ഇത്രയും ഡിസ്റ്റൻസിന് എന്തോരം വേണം, നമുക്ക് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ആ കണക്ക് അത്രയ്ക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അല്ലാത്തവർക്ക് നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസിന് 8 to 9 ഇത് മതി, അതല്ലെങ്കിൽ അതിൽ കുറവ് മതി. ഒരു 7, 8, 9 അത്രയൊക്കെ മതി. നമുക്ക് അത്രയും വട്ടം നമുക്ക് നൂല് ചുറ്റാം. ഞാനിപ്പോൾ ഇവിടെ 9 വട്ടം ചുറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ സൂചിയുടെ ഉള്ളിൽ നിന്ന് ഈ നൂല് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. ഒന്നാമത്തെ റീസൺ ഇപ്പോൾ ചുറ്റുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ടായിരിക്കും ചുറ്റിയേക്കുന്നത്. അത്ര ടൈറ്റായിട്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സൂചിയിൽ നിന്ന് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ചുറ്റിയേക്കണം ഒത്തിരി ടൈറ്റല്ല, അതായത് ഇതിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഒത്തിരി ലൂസായിട്ടും എന്നാൽ ചുറ്റാൻ പാടില്ല. ഈ ഒരു ടൈറ്റ്നെസ്സിൽ ചുറ്റുക. എന്നിട്ട് പയ്യെ നൂലിൻ്റെ മേലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പയ്യെ നൂലിൻ്റെ മേലിൽ മാത്രം പിടിച്ചാൽ മതി, സൂചിയിലോട്ട് മുറുക്കെ പിടിക്കരുത്. പയ്യെ നൂല് ലൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂലിൻ്റെ മേലിൽ നമ്മൾ പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചിട്ട് സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഊരിപ്പോരും. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
ഇങ്ങനെ നൂല് താഴത്തോട്ടാക്കിയിട്ട് സൂചി ഈ കൈ കൊണ്ട് വലിക്കുകയും നൂലിങ്ങനെ താത്തി കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനെയും ചെയ്യാം നമുക്ക്. ഇപ്പം 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് പയ്യെ ഇതുപോലെ താത്തി കൊടുത്താൽ പയ്യെ നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ആ നൂലിൽ പിടിച്ചുകൊണ്ട് തന്നെ സൂചി വലിക്കുക. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. എല്ലാവർക്കും ഒരു ഇതാണ് ബൂളിയൻ നോട്ട് ചെയ്ത് നോക്കിയിട്ട് നേരെ ആകുന്നില്ല എന്ന് ഒരു കംപ്ലൈൻറ്റ്. അപ്പം ഇങ്ങനെ നമുക്ക് ബൂളിയൻ നോട്ട് ചെയ്യാം. അതിപ്പം ചിലവർക്ക് ഇങ്ങനെയൊക്കെ വലിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. ഷേപ്പ് ഫോർമേഷൻ ബുദ്ധിമുട്ടായി വരുന്നു. ഇപ്പോൾ ഒരു പൂവാ തയ്ക്കണമെങ്കിൽ അതിൻ്റെ എവിടെയൊക്കെ കുത്തിയെടുത്താൽ എങ്ങോട്ടൊക്കെ പോണേ എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായിട്ട് വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സമയം എടുക്കും എവിടെ കുത്തിയാൽ എങ്ങോട്ടാണ് പോണേ എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ എനിക്ക് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ ഇങ്ങനെ കുത്തണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വെക്കുക. ആ ഒരു ഇതിൽ തന്നെ ബാക്കിയുള്ളത് അപ്പം പൂവിൻ്റെ ആണെങ്കിലും എങ്ങനെയാണ് വരണ്ടേ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ വരും എവിടെ കുത്തി എങ്ങോട്ടൊക്കെയാണ് വരണ്ടേ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ഒത്തിരി ടൈറ്റിലല്ല ചുറ്റിയേക്കുന്നത്. എന്നിട്ട് പയ്യെ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. പിന്നെ രണ്ടാമത് നിങ്ങൾ എല്ലാവരും സൂചി യൂസ് ചെയ്യണത് നോക്കണം. സൂചിയുടെ താഴെയും ഈ നമ്മുടെ ഇവിടെ ഈ ഹോളുള്ള ഭാഗത്തും വണ്ണമുള്ള സൂചി എടുക്കരുത്. മേളിലും താഴെയും സെയിം വണ്ണം, പക്ഷെ എന്നാൽ സൂചിയുടെ തുളയുള്ളതും വലുതായിരിക്കുന്ന സൂചി എടുക്കണം. എന്ന് വെച്ചാൽ 6 strands കയറണം. എന്നാൽ അവിടെ ആ ഒരു പോർഷനിൽ ഭയങ്കര വണ്ണം കൂടുതലും പാടില്ല. അങ്ങനെ വണ്ണം കൂടുതലുള്ള സൂചി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ത്രെഡ് ഊരിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അവിടെ വണ്ണം ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ വണ്ണം ഇല്ലാത്ത സൂചി വേണം എടുക്കാൻ ബൂളിയൻ നോട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി വരും. ഇതിപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ കർവിൻ്റെ മുഴുപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ എടുക്കുന്ന ചുറ്റിൽ കുറച്ചും കൂടെ നമ്പർ കൂട്ടിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് 4 ബേസിക് സ്റ്റിച്ചസ് കണ്ടു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി കൂടുതൽ സ്റ്റിച്ചസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് ഞാൻ ഫ്രഞ്ച് നോട്ടൊക്കെ എങ്ങനെയാണ് വൃത്തിയായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഫ്രഞ്ച് നോട്ടിൻ്റെ ത്രെഡ് എടുക്കുന്ന 2 രീതിയിലും എടുക്കാം. അത് ഏത് രീതിയിലെടുത്താലും ത്രെഡ് നല്ല വലിച്ചു പിടിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുക. അത് നല്ല വൃത്തിക്ക് വരുള്ളൂ. ആ നോട്ട് കൃത്യം ടൈറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ ഒരു ചുരിദാറിലാണെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് നടുക്കൊരു ഇതും സ്ലീവിൻ്റെ ഇവിടെയായിട്ട് വേറൊരിത് ഹാഫ് പോർഷനേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല 2 ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിലവർക്ക് ഈ ചെസ്റ്റ് പോർഷനിൽ കൃത്യം ഇവിടെ ഒരു ഡിസൈൻ വരുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തോരെയും ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.